ഒരിക്കലൊരു വൈദികൻ വിശുദ്ധ കുർബാനയും കൊണ്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. റോഡെല്ലാം ചെളി നിറഞ്ഞിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ ഒരു ബാലൻ ആ റോട്ടിൽ മുട്ടുകുത്തി ഈശോയെ വണങ്ങുകയാണ്. ഇത് കണ്ട അവൻ്റെ കൂട്ടുകാരൻ അവനെ കുറ്റപ്പെടുത്തി, നീ എന്താണ് ഈ കാണിക്കുന്നത്? ആ ബാലൻ മറുപടി പറയുകയാണ്, ഞാനും എനിക്കുള്ളതൊക്കെയും ഈശോ എനിക്ക് തന്നതാണ്. അവിടുത്തെ സ്നേഹത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ട് ഇവ ഞാൻ ഉപയോഗിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഒരു തരിയെങ്കിലും ലഭിക്കുമെങ്കിൽ തീച്ചൂളയിലേക്ക് ചാടാനും ഞാൻ ഒരുക്കമാണ്. ഈ ബാലന്റെ പേരാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. എല്ലാ വിശുദ്ധരുടെയും ജീവിതം പരിശോധിച്ച് നോക്കുക. വിശുദ്ധ കുർബാനയെ പ്രണയിച്ചവരാണ് അവരെല്ലാവരും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രകാരം പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള സകല നന്മ പ്രവൃത്തികളും ഒരുമിച്ച് കൂട്ടിയാലും അവ ഒരു മലയുടെ അരികിലെ ഒരു മണൽത്തരിക്ക് തുല്യം മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളത്. സെയിന്റ് അഗസ്റ്റിൻ പ്രകാരം പറയുന്നുണ്ട്, ശരീരത്തിന് എത്രമാത്രം ഭക്ഷണം ആവശ്യമാണോ അതുപോലെ തന്നെ ആവശ്യമാണ് ആത്മാവിന് വിശുദ്ധ കുർബാന എന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഇരിക്കുന്ന മനുഷ്യരെ പറ്റി വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രകാരം പറയുന്നുണ്ട്, മരുഭൂമിയിൽ ദാഹിച്ചു വരണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഉറവയുടെ അടുത്ത് ചെന്നിട്ട് വെള്ളം കിട്ടാതെ തൊണ്ട പൊട്ടി മരിക്കുന്നവന് തുല്യമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ടും ഈശോയെ സ്വീകരിക്കാതെ ഇരിക്കുന്ന മനുഷ്യർ. വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുകയാണ്, തന്നെ തന്നെ നൽകുന്നതിനേക്കാൾ കൂടുതലായിട്ട് വലുതായിട്ട് എന്തെങ്കിലും നൽകാൻ അവന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തീർച്ചയായിട്ടും നമുക്കത് തരുമായിരുന്നു എന്നുള്ളത്. വെറും ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറാതിരിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ജോലിയുണ്ട്, തിരക്കാണെന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ കുർബാന മാറ്റിവെക്കാതെ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണത നമ്മളിൽ ജ്വലിക്കട്ടെ.